പലതരത്തിലുള്ള സമരങ്ങൾ കൊണ്ട് നിറയുന്ന നാടാണ് നമ്മുടേത്. അരി സമരം, ഗ്യാസ് സമരം, കുട്ടി സമരം, പഠിപ്പ് സമരം, അങ്ങനെ തുടരുന്നു സമരങ്ങൾ. എന്നാൽ കുടിസമരം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതെ, കഴിഞ്ഞ ദിവസം കോട്ടയത്തെ ആദിത്യപുരത്ത് അങ്ങനെയൊരു സമരം നടന്നു. കടുത്തുരുത്തിയിലെ മദ്യശാല ആദിത്യപുരത്തേക്ക് മാറ്റാനായിരുന്നു തീരുമാനം. എന്നാൽ അവിടെ എതിർപ്പ് വന്നപ്പോൾ മദ്യശാലയുടെ പണി നിർത്തിവെച്ചു. അതോടെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആദിത്യപുരത്തെ കുടിയന്മാർ സമരം തുടങ്ങി. ചരിത്രപ്രസിദ്ധമായ കുടിസമരം. നമ്മളങ്ങനെയല്ല, മദ്യം നമുക്ക് ഞാൻ പണിയെടുക്കുന്ന വ്യക്തിയാണ്. ഞാൻ പകല് കൊണ്ട് പഠനം നിൽക്കുക. ഞാൻ കരിക്കുന്ന പണിക്കാണ്. പണി കഴിയുമ്പോൾ നമുക്കൊരു ചെറിയ അടിക്കാൻ നമുക്ക് താല്പര്യം എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ ഇത് നിരോധിക്കുന്നത് നമുക്ക് താല്പര്യമില്ല. എങ്ങനെ ഡ്രിങ്കണം, എങ്ങനെ ഡ്രിങ്കണ്ടെന്നൊക്കെ എനിക്കറിയാം കേട്ടോ. എന്നെ കൂടുതൽ ഡ്രിങ്കിക്കല്ലേ, ഞാൻ കുറെ ഡ്രിങ്ക് ഇട്ടുള്ള ആളാ. ആറുമണി നേരമയാൾ കിടക്കപ്പായെ നോട്ടും, നേരെ ബാറിലേക്ക് ഞാൻ ഓട്ടും. ആറ് തുറക്കും മുമ്പേ കേറും, എന്നും വെളുപ്പാങ്കാലം കണ്ണ് തുറക്കുമ്പം രണ്ടെണ്ണം വീശിയിലെ കൈപറക്കും. നമ്മൾ മദ്യം എടുത്ത് ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മീതയിലുള്ള ആൽക്കഹോൾ എടുത്ത് കളഞ്ഞിട്ട് അതിന്റെ കീഴെയുള്ള ആൽക്കഹോൾ മാത്രം കഴിച്ചാൽ മതി. ഒരു കുഴപ്പമുണ്ടാകത്തില്ല കേട്ടോ. ഒന്നാമത്തെ പെക്കൊഴിച്ച് കുറഞ്ഞ ടൈപ്പ് ഒരു സോഡ ഭംഗി കടിച്ച് പൊട്ടിച്ച് അതിലൊഴിച്ച് ആർത്തിയോട്ടത് കയ്യിലെടുത്ത് കുടിച്ച് നോക്കിയപ്പം തണുപ്പില്ലഞ്ഞിട്ട് ഇറക്കാൻ പറ്റാതെ ഐസിനായി ഞാൻ കൂകവേ, ഐസിനായി ഞാൻ കൂകവേ. സപ്ലയർ വന്നെന്റെ മോനക്ക് തോണ്ടിയപ്പം നല്ലോണം നൊന്തട ഇന്നെനിക്ക്. രണ്ടാമത് പെക്കെടുത്ത് ഒറ്റയടിക്കൊരു വലി വലിച്ച് മുളകെടുത്തൊരു കടി കടിച്ച് മുണ്ടിൻ തല കൊണ്ട് കീറി തൊട്ടച്ച് ചെറുങ്ങനെ ഒരു ചിരി ചിരിച്ച് അടിമുടിയൊരു തരിപ്പുകേറി ഞാൻ നിൽക്കവേ, തരിപ്പുകേറി ഞാൻ നിൽക്കവേ. കല്ലിപ്പുകേറ്റാനായി ഒരുത്തൻ വന്നെന്നെ തുറിച്ച് നോക്കിയിട്ട് പല്ലിളിച്ച്. സമരം നടത്തിയതിന്റെ മെയിനായിട്ട് ഉദ്ദേശം ഇപ്പോഴുള്ള പുതിയ തലമുറ കഞ്ചാവിന് അടിമയാകുന്നത് കൊണ്ട് മാത്രം ഒരു ബിവറേജ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ സമരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെയൊന്നോ പിന്നെ ഈ പഞ്ചായത്തിൽ എവിടെയെങ്കിലും ആദിത്യപുരത്ത് തന്നെ ഈ ബിവറേജ് വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഈ ബിവറേജ് ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇപ്പോൾ ഈ സർക്കാരിന്റെ ബിവറേജ് ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇപ്പോഴുള്ള ഈ മയക്കുമരുന്ന്, കഞ്ചാവ് അതിന് അടിമപ്പെട്ടു പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞങ്ങൾക്ക് ഇത് ആവശ്യമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. അഞ്ചാമത്തെ പെങ്കടിച്ച് ബെഞ്ചിന്മേലെ കയറി നിന്ന് ആട്ടുതോമ വീശും പോലെ മുണ്ടഴിച്ച് വീശിയപ്പോ കളസമിടാൻ മറന്ന കാര്യം ഞാൻ ഒഴികെ പാറിലെല്ലാരും കണ്ടടാ, പാറിലെല്ലാരും കണ്ടടാ. മുണ്ടുകൊണ്ടാണുങ്ങൾ പോയൊരു നേരത്ത് മുണ്ടത്തെ മുട്ടിപ്പോയി എനിക്ക്, മുണ്ടുകൊണ്ടാണുങ്ങൾ പോയൊരു നേരത്ത് മുണ്ടത്തെ മുട്ടിപ്പോയി എനിക്ക്. ആറാമത്തെ പെങ്കടിച്ച് പാറിഞ്ഞോണറ തെറിവിളിച്ച് ടോറി ചില്ലി തന്നെ പൊളിച്ച് തറപറക്കുപ്പിയെറിഞ്ഞ് തറതൊടാതെ കറങ്ങി ഞാൻ ഇന്നടിമുട്ടി വേറെ കൂതറയായി നിൽക്കവേ, കൂതറയായി നിൽക്കവേ. അന്നോനും പോയൊരു മുട്ടിനിടിച്ച് മുണ്ടക്കോടിനിടയിൽ എനിക്ക്. നാട്ടിൽ മൊത്തം ഇപ്പോൾ ബീവറേജസ് മാറ്റൽ യജ്ഞം നടക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള സമരങ്ങൾ ഇനിയും നമ്മൾ പ്രതീക്ഷിക്കാമെന്നാണ് ഡെമോക്രസി കരുതുന്നത്. കേരളത്തിലാണെങ്കിൽ സർക്കാരിൻ്റെ നെഞ്ചത്തടിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മാറ്റുന്ന ബീവറേജസുകാരുടെ പരാതിയും കേൾക്കണം, കുടിയന്മാരുടെ ദയനീയാവസ്ഥ കാണുകയും വേണം. എന്നാൽ മാഹിയിലെ മദ്യശാലകൾ മാറ്റാനായി മറ്റൊരു മാഹി കണ്ടെത്തുമോ എന്ന് ആശങ്കപ്പെട്ടുകൊണ്ട് പ്രധാന തല്ലിക്കെട്ടുകൾ ഒരിക്കൽ കൂടി നോക്കാം. ഒടുവിൽ വി രാജേഷും ടോംസിനും മുന്നിലെത്തി കലിതുള്ളി പ്രസംഗം നടത്തി രാജേഷ് മടങ്ങി. ഞാൻ ഏത് ഷേപ്പിൽ തിരിച്ചു വരുമെന്ന് എനിക്ക് നിശ്ചയമില്ല. ഏത് ഷേപ്പിൽ തിരിച്ചു വന്നാലും തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിടണം. ആരെങ്കിലും ഇല്ലേ നാരായണ? സമരക്കാരുടെയൊക്കെ ആവശ്യം നിങ്ങൾക്കൊക്കെ അനാവശ്യമായിരിക്കുമെന്നും രാജേഷ്. നിങ്ങൾ കേസെടുക്കണം. നിങ്ങൾ എന്തിനാ അറയ്ക്കുന്നത്? അനാവശ്യം പറയരുത്. അവരുടെ ആവശ്യം തനിക്ക് അനാവശ്യമായിരിക്കും. എല്ലാവരെയും നിർത്തിപ്പൊരിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിയെ ചിത്രകാരൻ ഇരുത്തിപ്പൊരിച്ചു. ഞാൻ നമ്മുടെ ഉണ്ണിയുടെ പടം ഒന്ന് വരപ്പിക്കാം.
എന്നിട്ടും സ്ഥിരം ഐറ്റം മാറ്റാതെ സി രവീന്ദ്രനാഥ്. കെമിസ്ട്രി പഠിച്ചതിന്റെ ഗുണ എന്തായാലും കെമിക്കറി കണ്ടുപിടിച്ചു. കെമിക്കറി അല്ല കെമിസ്ട്രി. അവൻ ഭയങ്കര തന്നെ. ഇവിടെ നിന്ന് എത്ര പേർക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്? ചോദ്യം ചോദിക്കല്ല, പഠിക്കില്ല. സ്വന്തം നാട്ടിൽ കുടിശാല വരാൻ കുടിയന്മാരുടെ കൂട്ടസമരം. 6 മണി നേരമയാൽ കിടക്കപ്പായെ നോട്ടും നേരെ ബാറിലേക്ക് ഞാൻ നോട്ടും. മദ്യം എങ്ങനെ കുടിക്കാമെന്നത് തങ്ങളെ ആരും പഠിപ്പിക്കേണ്ടെന്നും കുടിയ സംഘം. അതിന്റെ മീതയിലുള്ള ആൽക്കഹോൾ എടുത്ത് കളഞ്ഞിട്ട് അതിന്റെ കീഴെയുള്ള ആൽക്കഹോൾ മാത്രം കഴിച്ചാൽ മതി. ഇന്നത്തെ ഡെമോക്രസിയുടെ സമയം അവസാനിക്കുകയാണ്. വീണ്ടും കാണും വരെ നന്ദി, നല്ല നമസ്കാരം.